ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവ് മന്ത്രിയായിരിക്കുമ്പോഴും ജനപ്രതിനിധിയായിരിക്കുമ്പോഴും എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ഞങ്ങൾ സത്യത്തെ നിഷേധിക്കാറില്ല. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത്, ഇന്നും ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം. ഇന്ന് മരുമകനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കേരളത്തിൽ ആ കാലത്ത് ഇവിടുത്തെ പൊതുമരാമത്ത് കരാറുകാരൻ, അഴിമതി നടത്തുന്ന ആളുകളെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടതെന്ന് അറിയാം. എത്രയോ ഉദാത്തമായ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട്. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ കുറെ വേണ്ടാതീനങ്ങൾ കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അഴിമതി നടത്താത്ത ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ. ആ ജി സുധാകരൻ ഇന്നൊരു കറിവേപ്പിലയുടെ വില പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടോ? സ്ഥാനമാനങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ജി സുധാകരനെ പോലുള്ള ഒരു നേതാവിന് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സ്ഥാനമാണ് അവർ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ജി സുധാകരന്മാർ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് പുതിയൊരു വാർത്ത കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്നു. സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന 4 തവണ MP ആയിരുന്ന, 3 തവണ MLA ആയിരുന്ന ഒരു മാന്യനായ നേതാവ്, കോട്ടയത്തുകാർക്ക് മാത്രമല്ല കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു കരിവേപ്പിലെ പോലെ അദ്ദേഹത്തെ വലിച്ചെറിയുകയാണ് ആ പാർട്ടി. കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ അഴിമതിക്കെതിരായി സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ മണൽ മാഫിയക്കെതിരായി പാർട്ടി നടത്തുന്ന അഴിമതിക്കെതിരായി ശബ്ദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്താക്കും. ഒരു ഏരിയ കമ്മിറ്റിയിൽ പാർട്ടി നേതാക്കൾ നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്താക്കും. ഒരു ജില്ലാ കമ്മിറ്റിയിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ പാർട്ടിക്ക് വെളിയിലാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അപജയം കേരളത്തിലെ ജനങ്ങൾ ശരിയായി കണ്ണ് തുറന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് 218 പേർ ചെങ്കൊടി ഉപേക്ഷിച്ച് മോദിയുടെ കുടുംബത്തിലേക്ക് കുങ്കുമ ഹരിത പതാക സ്വീകരിക്കാൻ തയ്യാറായി ആളുകൾ മുന്നോട്ട് വരുന്നതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരിക്കുന്ന ഈ അപജയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണക്കൊതിയും, MP ഗോവിന്ദന്റെ പ്രസ്താവന ഞാൻ കണ്ടു, എല്ലാ വൃത്തികേടുകളെയും പ്രോത്സാഹിപ്പിക്കുക, കൊലയാളി സംഘങ്ങളെ മഹത്വവൽക്കരിക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. 2 കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, കാസർഗോഡ് ജില്ലയിലെ 2 കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ ജയിലിൽ പോയി സ്വീകരിക്കുന്നു, അവരെ മഹത്വവൽക്കരിക്കുന്നു. അവർ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ മഹാന്മാരാണെന്ന് പറയുന്നു. ജയരാജൻ പറയുകയാണ്, ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ സഖാക്കൾക്ക് ജയിലിൽ കഴിയുമ്പോൾ പുസ്തകം വായിക്കാനുള്ള ഒരു അവസരമായി ഞങ്ങളുടെ സഖാക്കൾ കണക്കാക്കും. ഈ പറഞ്ഞ ചങ്ങായി CBI അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നെഞ്ചുവേദന അനുഭവിച്ച് ഓടി ആശുപത്രിയിൽ കിടന്ന് DMOയുടെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി 2 മാസം ആശുപത്രിയിൽ കിടന്ന ആളാണ്. ചങ്ങായി പറയാണ്, എന്താ പറഞ്ഞത്, ഞങ്ങൾ പുസ്തകം അതിനു മുമ്പൊന്നും വായിക്കലില്ലേ? ഉപ്പോതിഞ്ഞ ഒരു കടലാസ് പോലും വായിക്കാത്ത ആൾക്കാര്, കൊടും ക്രിമിനലുകള് എന്നിട്ടൊരു ചെകുവേരയുടെ പുസ്തകമായിട്ട് ജയിലിലേക്ക് പോയിരിക്കുന്നു. മഹത്വവൽക്കരിക്കുന്ന കൊലയാളികളെ, KT ജയകൃഷ്ണനെ കേട്ടുകഴിവില്ലാത്ത കൊല നടത്തിയ പൂള പ്രദീപനെയും സംഘത്തെയും
അതേ സ്കൂളിൽ PTA യോഗം വിളിച്ച് പാർട്ടി സഖാക്കളെ അണിനിരത്തി സ്വീകരണം കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. TP ചന്ദ്രശേഖരന്റെ കൊലയാളികളെ ജയിലിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് വീരപരിവേഷം നൽകിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കൊലയാളികളെയും മണ്ണ് മാഫിയകളെയും ക്വാറി മാഫിയകളെയും ലോട്ടറി മാഫിയകളെയും കള്ളക്കടത്തുകാരെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും ഹവാല ഇടപാടുകാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറയുന്നത് മതേതരത്വം, ചെയ്യുന്നത് പച്ചവർഗീയത. ഇതല്ലേ ഇവിടെ കാണുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നു. ഇപ്പോൾ പിണറായി വിജയൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറയുന്നു. എന്താ പറയാൻ കാരണം? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിതമായ വർഗീയ പ്രീണനം കാരണം CPM-ൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ എതിരായി വോട്ട് ചെയ്തു. BJPക്ക് അനുകൂലമായ ആളുകൾ വോട്ട് ചെയ്തു. പോയ വോട്ട് തിരിച്ചു പിടിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായും പോപ്പുലർ ഫ്രണ്ടിനെതിരായും അവർ സംസാരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത കളിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ വർഗീയത ഉപയോഗിച്ചാണ് ജയിക്കുന്നത്. നിങ്ങളെ അടുത്തല്ലേ അൻവാറശ്ശേരി? പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും ഒരുമിച്ച് സമ്മേളനം നടത്തിയത് ഇവിടെയാണ്. PDPക്ക് ലോക്സഭ ടിക്കറ്റ് കൊടുത്തത് ഇവിടെയാണ്, കേരളത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി തെരഞ്ഞെടുപ്പ് സഖ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ഈ ആലപ്പുഴ ജില്ലയിലടക്കം എത്രയോ വർഗീയവാദികളുമായിട്ട് നിങ്ങൾ കൂട്ടുചേർന്നു. പോപ്പുലർ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർഗീയതയാണ് നിങ്ങളുടെ അവസാനത്തെ ആയുധം. മാറി മാറി ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ വർഗീയത ഉപയോഗിക്കുകയാണ്. ചരിത്രത്തെ നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. ശിവഗിരി സമ്മേളനത്തിൽ ചെന്ന് പിണറായി വിജയൻ പറയുകയാണ്, ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ്. ശ്രീനാരായണ ഗുരുദേവൻ കേവലമായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണോ? അല്ല. കേരളത്തിലെ, ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ ഒരു ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു സന്യാസിയായിട്ടാണ് കണക്കാക്കുന്നത്, സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ടാണ് കണക്കാക്കുന്നത്. ലോകം മുഴുവൻ സനാതന ധർമ്മത്തിന്റെ സന്ദേശം എത്തിച്ച ആളാണ് ഗുരുദേവൻ. EMS നാരായണൻ എന്ന് മാത്രമേ ഗുരുദേവനെ വിളിച്ചിട്ടുള്ളൂ. ശ്രീനാരായണൻ എന്ന് പോലും വിളിച്ചിട്ടില്ല. നാരായണൻ നവോത്ഥാനത്തിന്റെ വക്താവല്ല. നാരായണൻ കേരളത്തെ നൂറ്റാണ്ടുകൾ പുറകോട്ട് നയിച്ച ആളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. പിണറായി വിജയനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഗുരുദേവൻ നടത്തിയ പരിശ്രമങ്ങളെ അവമതിക്കുന്ന പാർട്ടിയാണ് CPM. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ പോയി അല്ലെങ്കിൽ കുമ്പിടാൻ അദ്ദേഹത്തിന് മടിയില്ല. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയുമായി സഖ്യം ചെയ്യാൻ അവർക്ക് മടിയില്ല. നിരോധിത ഭീകരവാദ സംഘടനയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ട്, PFIയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ അവർക്ക് മടിയില്ല. പച്ചയായ വർഗീയത ഓരോ തെരഞ്ഞെടുപ്പിലും കാണിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇത് കേരളത്തിലെ ഓരോ പ്രദേശത്തും അവർ നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് ആ പാർട്ടിക്കെതിരായി സ്വന്തം പാർട്ടിയിൽ നിന്ന് ആളുകൾ ശബ്ദമുയർത്തുന്നത്. എന്തുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ ആശ്രയിക്കാത്തത്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. IND മുന്നണിയാണ് ഇവിടെ. ഇന്ത്യ സഖ്യമാണ് കേരളത്തിൽ. ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രം BJP അധികാരത്തിലുണ്ടായിരുന്ന മിക്കവാറും പഞ്ചായത്തുകളെല്ലാം ഇന്ത്യ സഖ്യം പരസ്പരം യോജിച്ച്
അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പരാജയപ്പെടുത്തി. കോൺഗ്രസും CPM തമ്മിൽ ഒന്നിച്ചാണ് ഭരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ മാറ്റി മുഖ്യമന്ത്രി കസേര കുപ്പായമിട്ട് ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ, ഹരിപ്പാട് മണ്ഡലത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും തന്നെ അത് വലിയ ചർച്ചയാക്കുന്നില്ല. അടക്കം ഹരിപ്പാട് മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യമാണ്. മറ്റേ BD ആളുണ്ടല്ലോ, എന്താണ് പേര്, സാംസ്കാരിക മന്ത്രി സജീഷ് ചെറിയ, BD കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. BD ആളുടെ മണ്ഡലത്തിൽ എന്താ സ്ഥിതി? BD ആളുടെ മണ്ഡലത്തിൽ കോൺഗ്രസും CPM ഒരുമിച്ചാണ് ഭരിക്കുന്നത്. കേരളത്തിലുടനീളം ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. കാരണം എല്ലായിടത്തും BJP അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനിപ്പോ 6 മുഖ്യമന്ത്രിമാർ. സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രി VD സതീശൻ, സതീശനെ മറികടന്ന് മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ചെന്നിത്തല, എന്റെ കൂടെയും ആളുണ്ട് എന്ന് പറയുന്ന മുരളീധരൻ, ഞാൻ ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങിയ തിരുവനന്തപുരം MP ശശി തരൂർ, അവസാനം ഇറങ്ങാൻ തയ്യാറായി യഥാർത്ഥ ആള് കനകോലുവിന്റെ ആള് വരാനിരിക്കുകയാണ്. കാരണം ആലപ്പുഴയിൽ ജയിച്ച, ഇന്നിപ്പോ പത്രത്തിലെല്ലാം വന്നിരിക്കുന്നു, കനകോലുവിന് ഇറക്കുന്നു. കനകോലുവിന് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ വെച്ച് നിങ്ങൾ മത്സരിക്കാൻ പോയാൽ കനകോലുവല്ല ആര് വന്നാലും കേരളത്തിൽ നിങ്ങൾ പച്ച തൊടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. സുധാകരൻ മുഖ്യമന്ത്രി, തരൂര് മുഖ്യമന്ത്രി, KC വേണുഗോപാൽ മുഖ്യമന്ത്രി, കനകോലുവിന്റെ മുഖ്യമന്ത്രി, ചെന്നിത്തല മുഖ്യമന്ത്രി, VD സതീശൻ മുഖ്യമന്ത്രി, ശശി തരൂര് മുഖ്യമന്ത്രി, എത്രയെത്ര മുഖ്യമന്ത്രിമാർ. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മത്സരിച്ചപ്പോ കിട്ടിയ സീറ്റ് 40 അല്ലേ? ആ 40-ൽ പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഏത്? നമ്മുടെ ഹരിപ്പാട്. എത്രയാ വ്യത്യാസം? ശോഭാ സുരേന്ദ്രനും ചെന്നിത്തലയും. അതുകൊണ്ട് കനകോലൊക്കെ അവിടെ ഇരിക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണികളെയും പാഠം പഠിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതകേസരി മന്നത്താചാര്യന്റെ ജയന്തിയോടനുബന്ധിച്ച് ചെന്നിത്തലയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ മഹാമനുഷ്യായിരുന്നു മന്നത്താചാര്യൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സർക്കാരിനെതിരായി വിമോചന സമരം നയിച്ചു മന്നത്താചാര്യൻ. വിദ്യാഭ്യാസ മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും നടക്കുന്ന അനീതിക്കെതിരായി, EMS സർക്കാരിന്റെ അനീതിക്കെതിരായി മന്നത്താചാര്യന്റെ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് വിമോചന സമരം നടന്നത്. ആ മന്നത്താചാര്യൻ 1965 ആവുമ്പോഴേക്കും തിരിച്ചറിഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പകരം കോൺഗ്രസ് അല്ല വേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇല്ലാത്ത ഒരു മുന്നണിയാണ് കേരളത്തിൽ വേണ്ടത് എന്നാദ്യം തിരിച്ചറിഞ്ഞ കേരളത്തിന്റെ ചരിത്ര പുരുഷനാണ് മന്നത്താചാര്യൻ. പട്ടന്താണിപിള്ളയുടെ സർക്കാരിനെതിരായി PSP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ PT ചാക്കോയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ 15 MLA വോട്ട് ചെയ്തപ്പോൾ ആ സർക്കാർ താഴെ വീണു. KM ജോർജിന്റെ നേതൃത്വത്തിൽ അന്ന് ആദ്യമായിട്ടാണ് ഒരു പുതിയ ബദൽ കേരളത്തിൽ ഉയർന്നു വന്നത്. അതാണ് കേരള കോൺഗ്രസ്. 65-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 54 സീറ്റിൽ 24 സീറ്റിലും കേരള കോൺഗ്രസ് ജയിച്ചു. എങ്ങനെയാ ജയിച്ചത്? മന്നത്താചാര്യന്റെ ശക്തമായ നേതൃത്വം കേരള കോൺഗ്രസിന്
തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും നൽകിയ അകമഴിഞ്ഞ പിന്തുണയാണ് അന്ന് മൂന്നാം ബദൽ എന്ന് പറയുന്ന ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ ശക്തമായിട്ട് വന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കോൺഗ്രസും അല്ല കമ്മ്യൂണിസ്റ്റും അല്ല 24 പേര് ജയിച്ചു. അതിന് നേതൃത്വം നൽകിയത് മന്നത്ത് ആചാര്യനാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? ചെന്നിത്തലയ്ക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പകരം കോൺഗ്രസ് അല്ല. അഴിമതിയും വർഗീയതയും സ്വജനപക്ഷപാതവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെയാണ് ചെയ്യുന്നത്. മന്നത്ത് ആചാര്യൻ അന്ന് സ്വപ്നം കണ്ട മൂന്നാം ബദൽ കേരള കോൺഗ്രസുകളുടെ തമ്മിലടി കാരണം തകർന്നില്ലാതായി. വളരുമ്പോഴും പിളരുകയും പിളരുമ്പോഴും വളരുകയും ചെയ്യുന്ന പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് മാറി. ആ മൂന്നാം ബദൽ അന്ന് അസ്തമിച്ചുപോയി. ഇന്നിപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്നം കണ്ട സ്വപ്നം ശരിയായ മൂന്നാം ബദൽ കേരളത്തിൽ ഉയർന്നു വരികയായി. കോൺഗ്രസുമല്ല കമ്മ്യൂണിസ്റ്റുമല്ല കേരളത്തിൽ വേണ്ടത്, ജനങ്ങളുടെ മൂന്നാം ബദലാണെന്നുള്ള മന്നത്താചാര്യന്റെ സ്വപ്നം അത് പൂവണിയാൻ പോവുകയാണ് കേരളത്തിൽ. പ്രിയപ്പെട്ടവർ, അതാണ് നടക്കുന്നത് കേരളത്തിൽ. 20% ജനങ്ങളുടെ പിന്തുണ. നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട കേരളത്തെ വീണ്ടെടുക്കാൻ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മന്നത്താചാര്യനും പണ്ഡിറ്റ് കറുപ്പനും അയ്യ വൈകുണ്ഠസ്വാമികളും അടക്കം എത്രയോ നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട തനത് കേരളം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഞങ്ങൾക്കിത്. വെറുമൊരു രാഷ്ട്രീയ മത്സരമല്ല. പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന്, തൊഴിലില്ലായ്മയിൽ നിന്ന്, വികസന പ്രതിസന്ധിയിൽ നിന്ന്, കാർഷിക പ്രതിസന്ധിയിൽ നിന്ന് എല്ലാം കേരളത്തെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു തിരിച്ചുവരവ്, കേരളത്തിനൊരു ശരിയായ തിരിച്ചുവരവാണ് NDA സ്വപ്നം കാണുന്നത്. അതിന് പറ്റിയ ഒരു കേന്ദ്ര സർക്കാർ ദില്ലിയിൽ ഭരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആലപ്പുഴയ്ക്കും കുട്ടനാടിനും കേരളത്തിനും എല്ലാം മോദി സർക്കാർ നൽകിയ പണം ഒന്നും ചെലവഴിക്കാതെ വികസനം തൊട്ടുതീണ്ടാതെ കേരളം ഒരു മരുപ്പറമ്പാക്കി മാറ്റി. CPM-ഉം കോൺഗ്രസും ചേർന്ന്, ചെന്നിത്തലയുടെ പാർട്ടിയും പിണറായി വിജയന്റെ പാർട്ടിയും ചേർന്ന് കേരളത്തെ ഒരു മരുപ്പറമ്പാക്കി മാറ്റി, മരുഭൂമിയാക്കി മാറ്റി. അതിനെ നമുക്ക് വീണ്ടെടുക്കണം. ആ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് BJP നടത്തുന്നത്. നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട ശരിയായ കേരളം, തനത് കേരളം, റീക്ലെയിം കേരളത്തെ വീണ്ടെടുക്കാൻ, റീക്ലെയിം കേരളം, അതിനുള്ള പോരാട്ടമാണ്. അത് പൂവണിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തന്നെ സംശയമില്ല. ഒരു 2 മാസം മുമ്പ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കനകോലുവിന്റെ MP വേണുഗോപാൽ ഇന്ന് വീട്ടിലിരിക്കുമായിരുന്നു. ഒരു 2 മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കുപ്പായമിട്ട തരൂർ ഇന്ന് വീട്ടിലിരിക്കുമായിരുന്നു. ഒരു 2 മാസം കൂടി വി മുരളീധരൻ ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ അടൂർ പ്രകാശ് കോന്നിയിൽ തന്നെ വീട്ടിലിരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കേരളം BJPക്ക് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശരിയായ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പുതിയ പുതിയ ആളുകൾ BJPയിലേക്ക് വരുമ്പോൾ വർദ്ധിച്ച വീര്യത്തോടുകൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾക്ക് അതങ്ങോട്ട് സഹിക്കുന്നേയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി BJP വരാതെ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കൊടയുമായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കണ്ട. ഇവരെല്ലാവരും നമ്മളോട് ചിരിക്കും, സ്നേഹം കാണിക്കും, നമ്മുടെ വാർത്ത കൊടുക്കും. ഇവരുള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസ് ആണ്. ഇവർക്ക് കോൺഗ്രസിന് അധികാരത്തിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ്. അതിന് തടസ്സം BJPയുടെ വളർച്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി
ആശയപരമായ പോരാട്ടം നടത്തി എത്രയോ പേർക്ക് ജീവൻ നഷ്ടപ്പെടുത്തിയ വീരബലിദാനികൾ ഈ മണ്ണിൽ, ഈ ആലപ്പുഴയുടെ മണ്ണിൽ, കണ്ണൂരിന്റെ മണ്ണിൽ, കേരളത്തിലുടനീളം എത്രയോ പേർ സ്വന്തം ജീവരക്തം കൊടുത്ത് നേടി വളർത്തിയ പാർട്ടിയാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. അതിന് കോൺഗ്രസിന് ആർജവമില്ല. CPI വന്നില്ലായിരുന്നെങ്കിൽ പെരിയ ഇരട്ടക്കൊലക്കേസ് തെളിയുമായിരുന്നില്ല. CBI ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ പ്രമാദമായ പല കൊലക്കേസുകളും തെളിയുമായിരുന്നില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ അന്തർധാരയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പല കള്ളപ്രചരണങ്ങൾ നടത്തും. എന്താ ഇപ്പോ ബൂത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ് മണ്ഡലം തെരഞ്ഞെടുപ്പ് നടക്കും, ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കും, പാർട്ടിയിൽ സംസ്ഥാനം നടക്കും, അഖിലേന്ത്യ നടക്കും. ഓരോ ദിവസവും നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് അന്തഛിദ്രമുണ്ടാക്കി കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെ വിനയത്തോടെ ഞാൻ പറയുന്നു, നിങ്ങൾ വെറുതെ മനപ്പായസം ഉള്ളുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ, കോൺഗ്രസിനെ മാറ്റി നിർത്താൻ കഴിയുന്ന ജനകീയ ബദലായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സ്വപ്നവും നിങ്ങൾ കാണണ്ട. വാങ്ങിയ വെള്ളം നിങ്ങൾ വാങ്ങി വെച്ചോളൂ. ബൂത്ത് തെരഞ്ഞെടുപ്പ് നടക്കും, മണ്ഡലം തെരഞ്ഞെടുപ്പ് നടക്കും, ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കും, സംസ്ഥാനവും നടക്കും, കേന്ദ്രത്തിലും തെരഞ്ഞെടുപ്പ് നടക്കും. ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു പാറ പോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ആരാണോ BJP നയിക്കുന്നത് അവരുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തന്നെ സംശയം വേണ്ട. ഒരു കുത്തിത്തിരിപ്പുകളില്ല എന്നുപോലെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും കേക്കുകൾ ഉണ്ടാവട്ടെ, പുതിയ പുതിയ ആളുകൾ BJPയിലേക്ക് വരട്ടെ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഉറക്കം കെടുത്തുന്ന നാളുകളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. നമുക്ക് ഒറ്റക്കെട്ടായി നരേന്ദ്രമോദിയുടെ സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കാം എന്ന് മാത്രം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പുതുതായി പാർട്ടിയിലേക്ക് ചേർന്ന എല്ലാവരെയും ഹൃദയംഗമമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.